രാശ്മിക മന്ദാനയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ നല്ല പെർഫോമൻസ് കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ തുടർച്ചയായിട്ട് അവരൊരു നല്ല കഥാപാത്ര രൂപീകരണമുള്ളൊരു സിനിമയും കാണാൻ കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അടുത്തിറങ്ങിയൊരു സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം ഉണ്ടായിട്ടില്ല. പക്ഷെ സിനിമ അടിപൊളിയാണ്. ഞാൻ OTT ഇറങ്ങിയിട്ടാണ് കണ്ടത്. 'ഗേൾ ഫ്രണ്ട്' എന്ന് പറഞ്ഞ സിനിമ. രാഹുൽ രവീന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കില് ഒരു കിടിലൻ സിനിമ. അത്രേ പറയാൻ പറ്റൂ. നമ്മളെ ഇവിടുത്തെ 'ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ' വന്നില്ലേ? അതേപോലത്തെ ഒരു സിനിമ. കാരണം ഒരുപാട് ഡിപ്രഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു നായിക. ഒരുപാട് ആണുങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുരവസ്ഥകളിൽ നിന്ന് എങ്ങനെ ജീവിതത്തിൽ ഒരു അതായത് സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു തന്റേതായ ഒരു പൊസിഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന ഒരു സിനിമയാണിത്. ഇതിലൊരു മികച്ച കഥാപാത്ര സൃഷ്ടി തന്നെ രാശ്മിക മന്ദാനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓരോ മൊമെന്റ്സും അതായത് ഇതിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങള് അടിപൊളിയായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. കിടിലൻ ആക്ടിംഗ് ആയിരുന്നു ഈ സിനിമയില്. ഒന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഈ വർഷങ്ങളിലെ. പിന്നെ ഈ സിനിമയിലെ നായകനെ ഈ കാണുമ്പോഴൊക്കെ എനിക്ക് നമ്മളെ പ്രഭാസ് ഉണ്ടല്ലോ. പുള്ളിക്കാരൻ ചെറുപ്പം അതായത് ഒരു തുടക്കകാലത്തൊക്കെ ഉള്ള ഒരു ലുക്ക് പോലെ എനിക്ക് തോന്നിയത്. അതേപോലെ ഉണ്ട് കാണാൻ. ഞാൻ ആദ്യം വിചാരിച്ചത് പ്രഭാസിന്റെ അനിയനാണോ എന്നാ. അല്ല, അദ്ദേഹമായിട്ട് ഇയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. ദക്ഷിത് ഷെട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ഈ സിനിമയിൽ അനു ഇമ്മാനുവൽ നല്ലൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറൊക്കെ ഉണ്ട്. അതേപോലെ ഇതിൽ രാശ്മികയുടെ അച്ഛനായിട്ട് രാഹുൽ രമേശ് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹവും കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് നല്ല പെർഫോമൻസ് ആണ്. അവിടെ അവിടെയായിട്ട് ചില ഫ്ലോസ് ഉണ്ട് സിനിമയ്ക്ക്. അതായത് മേക്കിംഗ് വൈസ് ഒരു സിനിമയുടെ ഒരു ഇത് കിട്ടിയെടുത്ത പോലെ നമുക്ക് തോന്നും ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഓവറോൾ ഈ സിനിമ വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ OTT അവൈലബിൾ ആണ്. മലയാളത്തിലും ഉണ്ട്. അതുപോലെ തമിഴ് എല്ലാ ലാംഗ്വേജിലും പടം ഇറങ്ങിയിട്ടുണ്ട്. തെലുങ്ക് ലാംഗ്വേജ് സിനിമയാണ്. കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. മികച്ചൊരു സിനിമയാണ്. മിസ് ചെയ്യാതെ പ്രത്യേകിച്ച് ലേഡീസും ജെൻസും അതായത് വളർന്നു വരുന്ന തലമുറ എന്തായാലും കാണേണ്ട സിനിമയാണ്. മിസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യരുത്. കണ്ടു വിജയിപ്പിക്കണം. തിയേറ്ററിൽ ഫ്ലോപ്പ് ആയത് നിങ്ങൾ കണ്ടില്ല.